ഓം ശാന്തി. ഓം ശാന്തി. രാമായണ അമൃത സത്സംഗത്തിലൂടെ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് മൃതസഞ്ജീവനിയിലാണ്. മൃതസഞ്ജീവനി എന്താണെന്ന് നോക്കാം. രാമരാവണ യുദ്ധം നടക്കുകയാണല്ലോ, സീതയ്ക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധം. രാവണന്റെ പുത്രന്മാരൊക്കെ യുദ്ധത്തിലുണ്ട്. അതിൽ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം അയക്കും. ആ ബ്രഹ്മാസ്ത്രത്തിൽ എല്ലാവരും മോഹാലസ്യപ്പെട്ടു വീഴും. രാമനും ലക്ഷ്മണനും പോലും അമ്പേൽക്കും. സർവരും മയങ്ങിക്കിടക്കുക. അപ്പം ജാമ്പവാൻ ചോദിക്കും, ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടോ? വിഭീഷണനും ഹനുമാനും ഇങ്ങനെ എല്ലാവരുടെ ഇടയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാ ജീവനോടെ ഉള്ളത്, ആരാ മരിച്ചിരിക്കണേ, ആരാണ് മോഹാലസ്യപ്പെട്ട് കിടക്കണേ, ഈ ചോദ്യം അവരുടെ കാതിൽ കേൾക്കും. അപ്പം ഹനുമാൻ പറയും, ഉണ്ട് പറയും, ഞാനുണ്ട്. ഉടനെ ജാമ്പവാൻ പറയും, ഹനുമാൻ ജീവിച്ചിരിക്കുന്നുണ്ട്, അർത്ഥം എല്ലാവരും ജീവിക്കും. ജാമ്പവാൻ വഴി പറഞ്ഞു കൊടുക്കും, ഹനുമാനെ നീ നേരെ കൈലാസത്തിലേക്ക് പോ. അവിടെ പോയി കഴിഞ്ഞാൽ ഈ മോഹാലസ്യത്തിൽ നിന്ന് എല്ലാവരെയും ഉണർത്താനുള്ള മരുന്ന് അവിടുന്ന് കിട്ടും. എന്നിട്ട് ആ ചെടികളുടെ പേരും പറഞ്ഞു കൊടുക്കും. ആ മരുന്നിനൊരു പ്രത്യേകതയുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം പറഞ്ഞു കൊടുക്കും. സൂര്യകാന്തിയോടെ നിൽക്കും അവർ, ആ ചെടികൾ. അത് ദേവസ്വരൂപങ്ങളാണ്, വേദസ്വരൂപങ്ങളാണ് ആ മരുന്നുകൾ. ആ മരുന്ന് നീ എടുത്തിട്ട് വരും. എന്നിട്ട് ആ ചെടികളുടെ പേരോ അത് അതിനേക്കാളും രസകരമാണ്. വിശല്യകരണി, സുവർണകരണി, സന്താനകരണി, മൃതസഞ്ജീവനി. ഈ 4 മരുന്ന് എടുത്തിട്ട് വരാൻ പറയണം. ഹനുമാൻ നേരെ പോവും കൈലാസത്തിലേക്ക്. അവിടെ ചെല്ലുമ്പോഴോ അസുരന്മാരവിടെയും തടസ്സമാണ്. 2 അസുരന്മാരെ കൊല്ലും. എന്നിട്ട് ചെടി തെരഞ്ഞുകൊണ്ടിരിക്കും. ചെടികൾ കണ്ടുപിടിക്കാൻ പറ്റണില്ലേ, അത്ര മരുന്നുകളാണ്. അവസാനം എന്ത് ചെയ്യും, മല തന്നെ പുഴക്കി എടുത്തിട്ട് വരും. മല കൊണ്ടുവന്ന് അടുത്ത് വെക്കുമ്പോഴേക്കും ആ മലയിൽ നിന്ന് ഈ മരുന്ന് ചെടികളിൽ നിന്നുള്ള സുഗന്ധം, ആ സുഗന്ധത്തിൻ്റെ കാറ്റ് ഇട്ടിട്ട് എല്ലാവരും ഉണരും മോഹാലസ്യത്തിൽ നിന്ന്. എല്ലാവരും മോഹാലസ്യത്തിൽ നിന്ന് ഉണർന്നു. ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഹനുമാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ജീവിക്കും. അതായത് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ആരെങ്കിലും ഹനുമാന്മാരുണ്ടെങ്കിൽ, ഹനുമാന്മാരർത്ഥം ഹൃദയത്തിൽ രാമൻ ഉണ്ടായിരിക്കണം. പിന്നെയോ ഹനുമാന്റെ പ്രത്യേകത എന്താ? നിത്യബ്രഹ്മചാരിയാണ്. അസംഭവ്യമായതിനെ സംഭവ്യമാക്കാനുള്ള കരുത്ത് ബ്രഹ്മചര്യ ശക്തിയാണ്. എല്ലാവർക്കും അസാധ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഹനുമാൻ പോയി സെക്കൻഡ് ചെയ്തിട്ട് വരും. പിന്നെ ഹനുമാൻ ഇനിയും പ്രത്യേകതയുണ്ട്. ഹനുമാൻ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് പൂർത്തിയാക്കിയിരിക്കും. എത്ര ത്യാഗപൂർണമാണെങ്കിലും അതിനുവേണ്ടി എത്ര പ്രയത്നിക്കേണ്ടി വന്നാലും ലക്ഷ്യപൂർത്തീകരണത്തിൽ എത്തിച്ചേരും. അത് ചെയ്തിരിക്കും. ഹനുമാനെ ഏൽപ്പിച്ചു ചേർത്ത ആ കാര്യം നടന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഹനുമാന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ ആരൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ മോഹാലസ്യത്തിൽപ്പെട്ട് കിടക്കുന്നുണ്ടോ എല്ലാവരെയും ഉണർത്താൻ അങ്ങനെയുള്ള ഹനുമാന്മാർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം നമുക്കും ഓരോരുത്തർക്കും നമ്മുടെ ഉള്ളിലേക്ക് നോക്കേണ്ടത് അതാണ്. നമ്മുടെ ഹൃദയം തുറന്ന് നോക്കണം.
രാമന് എത്രത്തോളം സ്ഥാനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട്. ഇവിടെ ഹാർട്ടിൻ്റെ ഉള്ളിൽ രാമൻ ഇരിക്കുക എന്നുള്ളതല്ലല്ലോ. ഇവിടെയുള്ളത് ഹൃദയം എന്താണെന്ന് നമുക്കറിയാം. അത് ശരീരത്തിൻ്റെ അവയവമാണ്. ബാക്കി ഹൃദയത്തിലുണ്ട്. നമ്മൾ ഹൃദയം എവിടെയാണ്? പക്ഷേ ഇവിടെ ഹൃദയം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ മനസ്സിലെ ഉള്ളിൽ എത്രത്തോളം നമുക്ക് ഭഗവാനുമായിട്ട്, ഭഗവത് കാര്യങ്ങളുമായിട്ട്, ആധ്യാത്മികതയുമായിട്ട് നമ്മുടെ ജീവിതത്തിന് എത്ര ബന്ധമുണ്ട് എന്നുള്ളതാണ്. കാരണം ആത്മീയമായ ഉണർവുള്ള ഒരാൾക്ക് മാത്രമേ ബോധക്ഷയം ബാധിച്ചു കിടക്കുന്നവരെയൊക്കെ ബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. കാരണം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ബോധക്കേട് എന്താണ്? സ്വബോധമാണ് പോയി കിടക്കുന്നത് എല്ലാവർക്കും. അതാണ് മോഹാലസ്യം. അതുകൊണ്ടാണ് മോഹങ്ങളുടെ പിടിയിൽ പെട്ടുപോയത്. സ്വബോധം ഉണ്ടായിരുന്നെങ്കിൽ, ആത്മബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ പോലെ ഇന്ദ്രിയങ്ങൾക്ക്, വികാരങ്ങൾക്ക് വശപ്പെട്ട് നമ്മൾ ബോധക്ഷയം ബാധിക്കുമായിരുന്നില്ല. സാധാരണ റോഡിൽ കൂടെ എങ്ങാനും സ്വബോധം നഷ്ടപ്പെട്ട ഒരാൾ, ഒരു ഭ്രാന്തം പോവാണെങ്കിൽ എല്ലാവരും പറയില്ല, ഇത് ഭ്രാന്തനാ, സ്വബോധം ഇല്ലാത്ത ആളാ. എന്നിട്ട് വിചാരം എന്താ? നമ്മളൊക്കെ ഭയങ്കര ബോധമുള്ളവർ, അയാൾ മാത്രം ഭ്രാന്തൻ. എന്നിട്ട് നമ്മളൊക്കെ ഇരിക്കണതോ ഞാൻ എന്ന് പറഞ്ഞിട്ട് കുംഭകർണ നിദ്രയിൽ കിടക്കുകയും ചെയ്യുക. വലിയ ശരീരവും വെച്ചിട്ട്, വലിയ ശരീരബോധത്തിൽ ഞാൻ എൻ്റെ പറഞ്ഞിട്ട് കാമിയും ക്രോധിയും ലോഭിയും മോഹി അഹങ്കാരിയും അസൂയാലും ഒക്കെ ആയിട്ട് ജീവിച്ചിട്ട് വിചാരം എന്താ? എനിക്ക് നല്ല സ്വബോധവും ബാക്കി ആ റോഡിൽ കൂടെ പോകുന്ന ആള് ഭ്രാന്തനും. യഥാർത്ഥത്തിൽ ഏറ്റവും ഭ്രാന്തമായ അവസ്ഥ എന്താണ്? സ്വാർത്ഥം, ആത്മാവ്, ആത്മബോധം, ചൈതന്യബോധം പോയി മൃതബോധത്തിൽ കിടക്കാണ്. നശിക്കുന്നത് ഏതാണ്? ദേഹമാണ്. നശിക്കാത്തത് ഏതാണ്? ആത്മാവാണ്. അപ്പൊ ആ ചൈതന്യബോധം കൊണ്ട് നമ്മൾ പറയില്ലേ, ചത്ത് പോയി എന്നാ പറയാ. ഒരാൾ മരിച്ച സത്ത് പോവുകയാണ്. സത്തായിട്ടുള്ളത് പോയി കഴിയുമ്പോൾ പിന്നെ ബാക്കി എന്തേ ഉള്ളൂ? ചണ്ടി. അപ്പൊ ഈ ചണ്ടിയുടെ ബോധത്തിൽ നമ്മൾ എല്ലാവരും ജീവിക്കണം. ഇപ്പോൾ അതാണ് നമ്മളെ മോഹാലസ്യപ്പെടുത്തിയത്. ഈ ചണ്ടിയുടെ ബോധം നമ്മളെ കൊണ്ട് എന്ത് ചെയ്തു? ഈ മണ്ണ് ബോധത്തിൽ നമ്മൾ മണ്ണിക്കിടന്ന് ഉരുളുക. മണ്ണിക്കിടന്ന നമ്മുടെ കളി മുഴുവൻ. കൊച്ചുകുട്ടികൾ മണ്ണിൽ കളിക്കുന്നത് പോലെ. കൊച്ചുകുട്ടികൾ മണ്ണിൽ കളിക്കുമ്പോൾ രസമുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ മണ്ണ് ബോധത്തിൽ കിടന്ന് കളിക്കുകയാണ്. ശരീരബോധം, ബോഡി കോൺഷ്യസ്നെസ്. ആ ബോഡി കോൺഷ്യസ് ലിവിങ് എന്താക്കി? നമ്മളെ വികാരങ്ങൾക്ക് വശീഭൂതാക്കി. അതാണ് ഇന്ദ്രജിത്തിന്റെ അമ്പിലാണ് വീണതെല്ലാവരും. ഇന്ദ്രിയങ്ങളുടെ അമ്പേറ്റു. ഇന്ദ്രിയങ്ങളുടെ ചഞ്ചലത. ഇന്ദ്രിയങ്ങളെ ആരാ ചഞ്ചലപ്പെടുത്തുന്നത്? ദുർവികാരങ്ങളും ദുശ്ശീലങ്ങളും. അപ്പൊ കണ്ണ് ചതിക്കും, നാവ് ചതിക്കും, ഓരോ അവയവങ്ങളും ചതിച്ചുകൊണ്ടിരിക്കുക. അവയുടെയൊക്കെ ചതിയിൽ പെട്ടു. എന്നിട്ട് വികാരങ്ങൾ കടിമപ്പെട്ട് വികർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ. ആ വികർമ്മങ്ങളാണ് നമുക്ക് ബോധം നഷ്ടപ്പെട്ട് വികർമ്മങ്ങൾ കടിമയായി. വികർമ്മങ്ങളുടെ ഫലം എന്താ? ദുഃഖവും അശാന്തിയും കഷ്ടവും തന്നെയാണ്, അല്ലെ? ദുരിതങ്ങളാണ്. അപ്പൊ ഈ ബോധക്ഷയത്തിൽ നിന്ന് നമുക്കെല്ലാവർക്കും എന്ത് ചെയ്യണം? ഉണരണം. സമൂഹ മനസാക്ഷി മുഴുവൻ ഉണർത്തണം. ഡെയിലി നമ്മൾ പേപ്പറിൽ കാണുന്ന ന്യൂസുകൾ എന്താണ്? ഈ ബോധം കെട്ടവരുടെ ന്യൂസുകളാണ്. ബോധം കെട്ടവരുടെ പ്രവൃത്തികളും അവരുടെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് ബോധക്കേട് ഉണ്ടാകുന്നത്. മദ്യപാനികളുടെ, ലഹരി വസ്തുക്കൾക്കടിമയായവരുടെ, കാമാന്ധത ബാധിച്ചവരുടെ, സ്വാർത്ഥതയ്ക്ക്, ആർത്തിക്ക് അടിമപ്പെട്ടവരുടെ, അസൂയാലുക്കളുടെ പ്രവൃത്തികൾ, പകയും പകവീട്ടലും കൊണ്ട് എന്താ ചെയ്യണേ? മൃഗങ്ങളെയൊക്കെ കൊന്നൊടുക്കണ പോലെയല്ലേ മനുഷ്യനെ? ഇന്നയാളുടെ കാലുവെട്ടി, ഇന്നയാളുടെ കൈവെട്ടി, ഇത്ര പേരെ ഇന്ന് കൊന്നു. എന്താ ദിവസവും നമ്മൾ ന്യൂസുകൾ കേൾക്കണേ? ബോധക്ഷയം ബാധിച്ച് മനുഷ്യൻ്റെ മനസ്സുകളാണ്, കല്ലിച്ച മനസ്സുകൾ ചെയ്യുന്ന പ്രവൃത്തികളാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ സമൂഹത്തിൽ ബോധക്ഷയം ബാധിച്ചവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക നാൾക്ക് നാള്. അതുകൊണ്ട് കുറച്ച് പേരെങ്കിലും ഹനുമാന്മാര് ആവശ്യമുണ്ട്. അവർ പോയിട്ട് എന്ത് ചെയ്യണം? കൈലാസത്തിൽ പോയിട്ടാണ് മരുന്നെടുത്തിട്ട് വരണേ. കൈലാസം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവത് സന്നിധാനം. ഈശ്വരന് മാത്രമേ നമുക്കുള്ള മരുന്ന് തരാൻ പറ്റൂ ഇനി. കാരണം എന്താ? അത്രത്തോളം നമ്മൾ താഴെ എത്തി.
ഇനി നമ്മളെ കൈപിടിച്ചുയർത്തണം എന്നുണ്ടെങ്കിൽ അതിന് സ്വയം സർവശക്തിവാൻ വരണം. സ്വയം സർവശക്തിവാൻ വരണം. കാരണം മരുന്നിൻ്റെ മുഴുവൻ സ്റ്റോക്ക് കൈലാസത്തിലാണ്. എൻ്റെ അർത്ഥം എന്താ? ഭഗവാന്റെ അടുത്താണ്. അറിവിൻ്റെ കടല് ഈശ്വരനാണ്. അപ്പം അതുകൊണ്ട് ആ മരുന്ന് മുഴുവൻ ഭഗവാന്റെ അടുത്തുനിന്ന് നമ്മുടെ കൈകളിലേക്ക് എത്തണം. അതിന് നമുക്ക് ഹനുമാന്മാർ ആവശ്യമുണ്ട്. ഭഗവാൻ തരിക അർത്ഥം എന്താ? ഭഗവാൻ പരമ ജ്യോതി സ്വരൂപനാണ്, നിരാകാരനാണ്. ആ നിരാകാരനായ ഭഗവാൻ ജ്ഞാനമാകുന്ന ആ മൃതസഞ്ജീവനി നമുക്ക് തരുമ്പോൾ, ആ മൃതസഞ്ജീവനി കഴിച്ചിട്ട് വേണം ഇനി നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ? നമ്മുടെ ബോധക്ഷയം മാറ്റിയെടുക്കാൻ. ആ മരുന്ന് വേണം. ഇത് എലക്സിർ ഫോർ മാൻകൈൻഡ് ആണ്. മനുഷ്യ സമുദായത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ നൽകുന്ന അമൃതാണ്, മൃതസഞ്ജീവനിയാണ്. അത് നോളേജാണ്. സ്പിരിച്വൽ വിസ്ഡം മാനവന് വേണം എന്നർത്ഥം. ആത്മീയമായ ഒരു വിവേകത്തിലേക്ക് മനുഷ്യന് ഉണരണം. എന്നാലേ ഹൃദയത്തിൽ രാമൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയമുള്ളവരായിട്ട് മാറണം. എല്ലാവർക്കും ഹൃദയമുണ്ട്. ശരീരത്തിലെ ഹൃദയം എല്ലാവർക്കും ഉണ്ട്. ഇല്ലാത്തത് ഏതാണ്? നമ്മൾ പറയില്ലേ അയാളൊരു ഹൃദയശൂന്യനാന്ന് പറഞ്ഞാൽ എന്താർത്ഥം? കരുണയില്ല, വേണം. സ്നേഹമില്ല. കരുണാഹൃദയം, സ്നേഹം, ദയ, ഈ സദ്ഗുണങ്ങൾ മനുഷ്യൻ്റെ ഉള്ളിലേക്ക്, മനസ്സുകളിലേക്ക് വരാനുള്ള കാര്യമാണത്. ഈ ഹാർട്ടിൻ്റെ വിഷയമല്ലല്ലോ അത്, അല്ലേ? അപ്പോൾ നമുക്ക് ആ സദ്ഗുണസമ്പന്നമായൊരു മനസ്സിനുടമയായിട്ട് മാറണം. കാരണം നമ്മളെല്ലാം കരുണാസാഗരനായ ഭഗവാന്റെ മക്കളാ. ഒന്ന് ആലോചിച്ച് നോക്കൂ. രാവിലെ മുതൽ നമ്മളെല്ലാവരും ഈ ഓർമ്മ വെച്ച കാലം മുതൽ ഈ ജന്മത്തിൽ മാത്രം ആലോചിച്ച് നോക്കും. നമുക്ക് എല്ലാവർക്കും എത്ര വയസ്സുണ്ട്? ഈ പ്രായത്തിൻ്റെ ഇടയിൽ അറിഞ്ഞും അറിയാതെ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ എന്തെല്ലാം തെറ്റുകളും അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കണില്ലേ? അത് ആളുടെ കരുണയാണ്. എല്ലാ തെറ്റുകളും ക്ഷമിക്കുന്നുണ്ടല്ലോ വീണ്ടും. പിന്നെ നമുക്ക് ആയുസ്സും ആരോഗ്യം തന്നിട്ടില്ലേ? ഇരിക്കണ്ടല്ലോ, എപ്പോഴും വണ്ടി ഓട്ടുണ്ടല്ലോ നമ്മൾ. അപ്പം ആള് നമ്മളുടെ അടുത്ത് ഇത്രയും ക്ഷമിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ കൂടെയുള്ളവരോടൊരു വാക്ക് പോലും, ആരുടെയെങ്കിലും ഒരു വാക്ക് ക്ഷമിക്കാൻ പറ്റില്ല. എൻ്റെ ഇന്നാളെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ, ഉടനെ പോയി ദേഷ്യം വന്നു, വാളെടുത്ത് വെട്ടി. ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേര്, പാർട്ടിയുടെ പേരിൽ, കുടുംബത്തിൻ്റെ പേരിൽ എന്താ ഷണ്ട? ഒരു വാക്ക് ക്ഷമിക്കാൻ വയ്യ. നമ്മുടെ കയ്യിൽ നിന്നെല്ലാം എന്തെല്ലാം തെറ്റുകൾ സംഭവിക്കണോ അതെല്ലാം സർവേശ്വരൻ ക്ഷമിക്കണോ. നമുക്ക് പരസ്പരം സഹിക്കാൻ വയ്യ. കാരണം എന്താ? ഹൃദയശൂന്യതയാണ്. ഇതെല്ലാം എൻ്റെ സഹോദരങ്ങളാ. ജാതിയുടെ മാറ്റവും പാർട്ടിയുടെ മാറ്റവും ദേശത്തിൻ്റെ മാറ്റവും ഒക്കെ നമ്മൾ നോക്കിയാൽ ഈ ശരീരമാകുന്ന വസ്ത്രത്തിലെ വ്യത്യാസം മാത്രമാണ്. രണ്ട് പാർട്ടി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? രണ്ട് ആശയങ്ങൾ. രണ്ട് ജാതി പറഞ്ഞാൽ എന്താണ്? ആത്മാവ് ഈ ശരീരത്തിനും കൊണ്ട് നമുക്ക് ഈ ശരീരം കിട്ടിയപ്പോൾ നമ്മൾ മുസ്ലിം ഫാമിലിയിൽ ജനിച്ചു, മുസ്ലിം ഫാമിലിയിൽ ജനിച്ചു അർത്ഥം മുസൽമാനായി വളരണു. ഹിന്ദു ഫാമിലിയിൽ ജനിച്ചു അർത്ഥം ഹിന്ദു എന്നറിയപ്പെടുന്നു. അപ്പോൾ ഈ നാടകത്തിൻ്റെ ഈ വണ്ടിയുടെ നിർമ്മാണം ഏത് കമ്പനിയിലാണോ നടന്നത്? ഹോണ്ടയുടെ വണ്ടിയുണ്ട്, അത് ഹോണ്ടയുടെ കമ്പനിയിലാണ് ഉണ്ടാക്കുക. ആ കാറൊക്കെ മാരുതിയുടെ കാറെല്ലാം ഉണ്ടാക്കുന്നത് മാരുതിയുടെ കമ്പനിയിൽ. ആ കാറെല്ലാം മാരുതി എന്ന പേരിൽ അറിയപ്പെടും. അത്രയല്ലേ വ്യത്യാസമുള്ളൂ. ഈ യാഥാർത്ഥ്യം, ഇതിൻ്റെ മേക്കിങ് എവിടെ നടന്നോ, ഏത് ഫാക്ടറിയിൽ നടന്നോ, അതിനനുസരിച്ച് ജാതിയും മതവും നിറവും രാജ്യവും ഭാഷയും ഭേദവും അല്ലേ, ഇതെല്ലാം ഏതിൽ മാത്രമുള്ള വ്യത്യാസമാണ്? ഈ വണ്ടിയുടെ നിർമ്മാണം നടന്ന സ്ഥലത്തിൻ്റെ അല്ലേ, നടത്തിയവരുടെ വ്യത്യാസങ്ങൾ മാത്രമാണ്. പക്ഷെ ഈ വണ്ടിക്കെല്ലാം ഉള്ളിലിരിക്കുന്ന ഡ്രൈവർ ആരാണ്? ആത്മാവാകുന്ന ചൈതന്യമാണ്. ആ ചൈതന്യബോധം വന്നാൽ നമുക്കെന്തായി? ചൈതന്യമായിട്ടാണ് ഇടപാട് നടത്തുന്നത്. നമ്മളൊരു പരമാത്മാവിൻ്റെ മക്കളാണ്. ആ തിരിച്ചറിവ് വന്നാൽ എന്തായി? പിന്നെ ഈ ബോധക്ഷയത്തിൻ്റെ പ്രവൃത്തികളൊന്നും നമ്മളാരും ചെയ്യില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് 4 മരുന്നാണ് വിധിച്ചിരിക്കുന്നത്. വിശല്യകരണി, ശല്യങ്ങൾ ഇല്ലാതാക്കാൻ. ആരാ നമ്മളെ ശല്യപ്പെടുത്തണേ? ഭൂതങ്ങൾ, രാക്ഷസഭൂതങ്ങൾ. എന്തൊക്കെ ഭൂത സ്വഭാവങ്ങളുണ്ടോ ഓരോന്നോരോന്ന് വരും. ഒരാൾ ദേഷ്യപ്പെട്ടിരിക്കണേ പറയില്ല, അവരെ ഭൂതം പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭൂതം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വലിയ
2 കണ്ണും കുറച്ച് എക്സ്ട്രാ കൈയുള്ള ഒരാളെന്നാണോ? അല്ല. പിന്നെയോ ദുർവികാരങ്ങളാണ്. അതിനെയാണ് ഭൂതം എന്ന് പറയുന്നത്. ആ ഭൂതങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? മൃതസഞ്ജീവനി നമുക്ക് വേണം. മൃതബോധത്തിൽ നിന്ന്, ഈ നശ്വരമായ ദേഹമാണെന്ന ബോധത്തിൽ നിന്ന് അനശ്വരമായത് ഞാൻ ചൈതന്യമാണെന്ന ബോധം വരുമ്പോൾ എന്താകും? ഈ ശരീരബോധത്തിലിരുന്ന് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കുറയും. അതിനാണ് മൃതസഞ്ജീവനി മരുന്ന്. അപ്പോഴേ ഈ ശല്യങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുള്ളൂ. അടുത്ത മൂന്നാമത്തെ മരുന്ന് ഏതാ? മൂന്നാമത്തെ മരുന്ന് ഏതാണ്? ആദ്യം പറഞ്ഞില്ലേ 4 മരുന്നുകളുടെ പേര്. സുവർണകരണിയാണ് അടുത്തത്. സുവർണം, സ്വർണവർണം. ആർക്കാണ് സ്വർണവർണ്ണം ആകേണ്ടത്? ആത്മാവിന്. കാരണം ശരീരം കൊണ്ട് കറുത്താണോ വെളുത്താണോ അതും നമ്മൾ ഏത് നാട്ടിൽ ജീവിക്കുന്നോ അതിനനുസരിച്ചിരിക്കും. ഇപ്പം യൂറോപ്യൻ കൺട്രീസിലാണെങ്കിൽ കളറ് നമുക്കറിയാം, കാരണം അവിടുത്തെ ക്ലൈമറ്റ് അത്. ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലാണെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ച് കളറ് വേറെയാണ്. ഏഷ്യയിലാകുമ്പോൾ നമ്മുടെ കളറ് വേറെ. ബാക്കി സുവർണം, എല്ലാവരെയും സുവർണം ഉള്ളവരെയാക്കി മാറ്റണം. ആത്മാവിൻ്റെ വർണ്ണമാണ്. ആത്മാവിന് ഗോൾഡ് നിറം വരണം, പ്രകാശം വരണം. രാമായണം, രാവ് മായണം, ഇരുട്ട് നീങ്ങണം, വെളിച്ചം വരണം. ഏത് വെളിച്ചം? ആത്മീയ വെളിച്ചം. നമ്മുടെ സദ്ഗുണങ്ങളുടെ പ്രകാശം പുറത്തേക്ക് വരണം. ആ ഗുണങ്ങളുടെ പ്രകാശം വന്നു കഴിഞ്ഞാൽ ഞാൻ ശാന്തി നിറഞ്ഞ ചൈതന്യമാണ്, ശാന്തിയുടെ സാഗരനായ പരമാത്മാവിൻ്റെ സന്താനമാണ്. ആ ബോധം, ആ ബോധത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്ന സ്മൃതികൾ നമുക്ക് ഉണരുമ്പോൾ സ്മരണിച്ച് പരമാത്മ സന്താനമാണ്, ഭഗവാൻ ശാന്തിയുടെ കടലാണ്, ആ അച്ഛൻ്റെ കുട്ടിയാണ് ഞാൻ. അപ്പം ശാന്തിയുടെ സുവർണം നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങും. അപ്പം ശാന്തിയുടെ ശക്തി നമ്മൾ കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ തുടങ്ങും. ദേഷ്യപ്പെടേണ്ട സാഹചര്യങ്ങളിൽ നമുക്ക് എങ്ങനെ ശാന്തതയിൽ ഇരുന്നുകൊണ്ട് ശാന്തചിത്ത, അതാണ് രാമനിൽ കാണുന്നത്. ഏത് സാഹചര്യങ്ങളിലും ഇളകി ആടുന്നില്ല, ശാന്തമായ അവസ്ഥയിൽ ഇരുന്നുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. അടുത്ത 4ാമത്തെ മരുന്ന് ഏതാണ്? സന്താനകരണി. സന്താനകരണി, സന്താനങ്ങൾ ഉണ്ടാക്കാനുള്ള കരുണി. സന്താനങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്ക് ബോധവാനാകുകയും വേണം, മറ്റുള്ളവരെ നമുക്ക് സമാനം ബോധവാന്മാരാക്കി മാറ്റുകയും വേണം. നമുക്ക് മാത്രം നല്ലതായ പോരാ, മറ്റുള്ളവരെയും അതുപോലെ ആക്കണം. അനേക സന്താനങ്ങളെ, അനേക സന്താനങ്ങൾ ആരുടെ? ഈശ്വരൻ്റെ അനേക സന്താനങ്ങളാണ് നമ്മളെല്ലാവരും. അപ്പം ഈ മുഴുവൻ ലോകത്തിൽ 750 കോടി ജനങ്ങളുണ്ട്. അർത്ഥം എന്താ? സർവരും ഭഗവാന്റെ മക്കളാ. അപ്പോൾ 750 കോടിയിലും അവസാനത്തെ ആളിൽ വരെയും എന്തെത്തണം? അവബോധം എത്തണം, ജ്ഞാനപ്രകാശം എത്തണം, മൃതസഞ്ജീവനി മരുന്ന് എല്ലാവരുടെ അടുത്ത് എത്തണം. നമ്മൾ ഈ നശ്വരമായ ദേഹമല്ല, അനശ്വര ചൈതന്യമാണെന്ന അവബോധം എല്ലാവരിലും ഉണരണം. കാരണം എല്ലാവരിലും ഈ ബോധം വന്നാലേ സമസ്ത ലോകത്തിലും ഒരു സ്വർണിമ ലോകം തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരാളെങ്കിലും ദുഃഖിക്കുന്നുവെങ്കിൽ, ഒരാളെങ്കിലും വേദനിക്കുന്നുവെങ്കിൽ ആ വേദനയുടെ കിരണങ്ങൾ, വേദനയുടെ വൈബ്രേഷൻ തരംഗങ്ങൾ ഈ വായുമണ്ഡലത്തിലുണ്ടാവും. ആ വായുവാണ് നമ്മളെല്ലാവരും ശ്വസിക്കണം. അപ്പം ഡയറക്റ്റ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കും ഒന്നുമില്ലെങ്കിലും ഈ ലോകത്തിൽ എത്ര പേര് വേദനിക്കുന്നു, എത്ര പേര് ദുഃഖിക്കുന്നു, എത്ര പേര് ദുരിതങ്ങൾ അനുഭവിക്കുന്നു, അതിൻ്റെ വേദനകളും നമ്മളെ എല്ലാവരെയും കുറച്ചെങ്കിലും ബാധിക്കും. നമുക്കാർക്കും അതുവരെയും സ്വസ്ഥമായിട്ട് ഉറങ്ങാനോ ജീവിക്കാനോ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മളെ മന്ത്രം പഠിപ്പിച്ചത് എന്താ പൂർവികര്? ലോക സമസ്ത സുഖിനോ ഭവന്തു. എൻ്റെ മക്കൾ അങ്ങനെ പ്രാർത്ഥിക്കുക. ലോകത്തിലുള്ള എല്ലാവർക്കും സുഖം വന്നാലേ നിങ്ങൾക്കും സുഖമായിട്ടിരിക്കാൻ പറ്റൂ. കാരണം ഈ സമസ്ത പ്രപഞ്ചത്തിലുള്ളതും പരമാത്മാ രാമൻ്റെ മക്കളാ, ആത്മാക്കളാകുന്ന സീതമാരാണ്. എല്ലാ സീതമാർക്കും സുഖം കിട്ടണം. ഒരു സീതയെങ്കിലും ദുഃഖിക്കുന്നിടത്തോളം കാലം ഇത് രാക്ഷസ രാജ്യമാണ്. നമുക്ക് ഇതിനെ സുവർണ ലോകാക്കി മാറ്റണമെങ്കിൽ എല്ലാവർക്കും അതാണ് ഇഷ്ടം. സുഖവും ശാന്തിയും സന്തോഷവും സമാധാനമുള്ള ലോകം, ഹെൽത്തി വെൽത്തി ഹാപ്പി വേൾഡ്. അങ്ങനെ ഒരു നല്ല ലോകം, നല്ല സമൂഹം, നല്ല കുടുംബം, അതാണ് എല്ലാവരുടെയും ഭാവനയിലുള്ളത്.
അത് ഭാവനയിൽ മാത്രം ഇരുന്നാൽ പോരല്ലോ, അത് യാഥാർത്ഥ്യമായിട്ട് മാറണ്ടേ. അതിനാണ് ഈ 4 മരുന്നിൻ്റെ ആവശ്യം. ആ മരുന്ന് മൃതസഞ്ജീവനി നമ്മളെ അമരത്വ ബോധത്തിലേക്ക്, മൃതബോധത്തിൽ നിന്ന്, ശരീരമാണെന്ന നശ്വര ബോധത്തിൽ നിന്ന് അനശ്വര ബോധത്തിലേക്ക് നമ്മൾ ഉണരണം. ബാക്കി നമ്മൾ സ്കൂൾ കോളേജിൽ പഠിക്കുമ്പോഴും നമ്മൾ ഈ നശ്വര ബോധത്തിലിരുന്നാണ്, മൃതബോധത്തിലിരുന്നാണ് എല്ലാം നേടുന്നത്. എത്ര ഡിഗ്രികൾ നേടിയാലും, എത്ര പദവി നേടിയാലും, എത്ര പൈസ സമ്പാദിച്ചാലും നമ്മുടെ ബോധമണ്ഡലം ഏതാണ്? മണ്ണ് ബോധത്തിലാണ്. മണ്ണിൽ കിടന്ന് കളിക്കണവരാ നമ്മൾ. ശരീരബോധത്തിൽ കിടന്നിട്ട് ഡിഗ്രികളുടെ എണ്ണം കൂടുന്തോറും പൊതുവെ ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് എന്താ? നമ്മുടെ അഹങ്കാരം കൂടുകയാണ്. പൈസ കൂടുന്തോറും, പദവി കൂടുന്തോറും അല്ലേ, കൂടിക്കൂടി വരികയാണ്. അതാ സംഭവിക്കണം. അപ്പം യഥാർത്ഥത്തിലൊരു നല്ല ജ്ഞാനി, എഡ്യൂക്കേറ്റഡ് എന്ന് നമ്മൾ ആരേ പറയുള്ളൂ? അറിവ് കൂടുന്തോറും യഥാർത്ഥത്തിൽ അറിവ് കിട്ടുന്നത് നമ്മളെ കൂടുതലും വിനയാന്വിതനാക്കാനാണ്. അതാണ് ജ്ഞാനിയുടെ ലക്ഷണം. പക്ഷേ ഈ മൃതബോധത്തിലിരുന്ന് നമ്മൾ നേടുന്ന അറിവുകളും പഠിപ്പുകളും ഡിഗ്രികളും ഡോക്ടറേറ്റുകളും എല്ലാം നമ്മുടെ അഹങ്കാരം വർദ്ധിപ്പിക്കുന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, അത് യഥാർത്ഥ വിദ്യയല്ല, അത് ഭൗതിക വിദ്യാഭ്യാസം മാത്രമേ ആകണുള്ളൂ. അപ്പം യഥാർത്ഥ വിദ്യ എപ്പോഴും നമുക്ക് പ്രാപ്തമായിട്ടില്ല എന്നർത്ഥം. യഥാർത്ഥ വിദ്യ പ്രാപ്തമായി കഴിഞ്ഞാൽ വ്യക്തി ആരായിട്ട് മാറും? കൂടുതൽ കൂടുതൽ വിനയമുള്ള ആളായിട്ട് മാറും. ആ വിദ്യ നമുക്ക് എവിടെ നിന്ന് കിട്ടണോ നമ്മൾ മനസ്സിലാക്കണം. അതാണ് യഥാർത്ഥത്തിൽ വിദ്യ, ആത്മവിദ്യ. അതാണ് നമുക്ക് ഭഗവാനിൽ നിന്ന് കിട്ടുന്നത്. അതാണ് മൃതസഞ്ജീവനി. ആ മൃതബോധത്തിൽ നിന്ന് അമരത്വബോധത്തിലേക്ക് നമുക്ക് പോകണം. അതുകൊണ്ട് ഈ രാമായണ മാസക്കാലം നമുക്ക് എന്ത് ചെയ്യണം? മൃതസഞ്ജീവനി കഴിക്കണം, വിശല്യകരണി കഴിക്കണം. അത് രാമായണ മാസം മാത്രം കഴിച്ചാൽ മതിയോ? ഈ ഭൂതങ്ങളെയൊക്കെ ഓടിക്കണം. ഈ കിട്ടിയ വെളിച്ചം എന്ത് ചെയ്യണം? സന്താനകരണിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കണം. ഇതെല്ലാവർക്കും കൊടുക്കണം. ഭഗവാന്റെ സന്താനങ്ങൾക്കെല്ലാം കൊടുക്കണം. നമ്മൾ മാത്രം കഴിച്ച് സുഖമായിട്ടിരുന്നാൽ മതിയോ? എൻ്റെ മനസ്സിന് സമാധാനം കിട്ടി, സുഖം കിട്ടി, പോരാ. നമുക്ക് കിട്ടിയത് എന്ത് ചെയ്യണം? മറ്റുള്ളവർക്കും കൊടുക്കണം. സുവർണകരണി. നമ്മൾ ഈ മരുന്ന് കഴിക്കുന്നത് എന്തിനാണ്? നിറം വയ്ക്കാനാണ്. എല്ലാവരും ഓരോ പൊടികൾ കഴിക്കുകയല്ലേ, ആ പൊടി, ഈ പൊടി, ആ ക്രീം, ഈ ക്രീം, എന്തിനാണ്? നിറം വയ്ക്കാനേ. ഏത് നിറം? നമുക്ക് ഈ മുഖം മാത്രം നിറം വെച്ചാൽ മതി. ഈ മുടിക്ക് നിറം വയ്പ്പിക്കുക, ഇതിന് നിറം വയ്പ്പിക്കുക, അതാണ് ഇപ്പം എല്ലാം ചെയ്തുകൊണ്ട് നടക്കണത്. എന്തൊക്കെയാണ് ചെയ്യണം ഓരോരുത്തരല്ലേ? തലയിൽ എന്തെല്ലാം നിറം. ഒരു സമയം നോക്കിയാൽ എല്ലാവരും വെളുപ്പിക്കണതാണ്, ഒരു സമയത്ത് കറുപ്പിക്കണതാണ്, ഒരു സമയത്ത് ചുവപ്പിക്കണതാണ്. നിറം വയ്ക്കണം എന്നറിയാം, പക്ഷെ ഏത് നിറ? അതാണ് വിഷയം. നിറം എവിടെയാണ് വരേണ്ടത്? നിറം വയ്ക്കണം, പക്ഷേ ആ സുവർണ നിറം എവിടെ ഉണ്ടാകണം? നമ്മുടെ ആത്മാവിൽ, ബോധത്തിൽ, സ്വഭാവങ്ങളിൽ, ശീലങ്ങളിൽ, സംസ്കാരങ്ങളിൽ. ആ നിറം വയ്ക്കുന്നവരായിട്ടാണ് നമുക്ക് മാറേണ്ടത്. പക്ഷേ ഈ നിറം വയ്ക്കാനുള്ള വിദ്യ അറിയണില്ല. കാരണം ഈ കണ്ണടഞ്ഞു കിടക്കുകയാണേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? പുറമേയൊക്കെ പെയിൻ്റ് അടിച്ചുകൊണ്ട് നടക്കുക. ഈ തുരുമ്പ് പിടിച്ചതിൽ പെയിൻ്റ് അടിക്കുന്നത് പോലെ തുരുമ്പ് മറയ്ക്കാൻ വേണ്ടി. തുരുമ്പുണ്ട്, മേലെ പെയിൻ്റ് അടിച്ചതുകൊണ്ട് പോലില്ലല്ലോ. നമ്മളതുപോലെ പെയിൻ്റ് അടിച്ചുകൊണ്ട് നടക്കുക. തുരുമ്പൊക്കെ ഉള്ളിലിരിക്കുകയാണേ. തുരുമ്പുകളെ അല്പസമയം ധ്യാനത്തിലിരിക്കുക. മൃതബോധം, ശരീരബോധം, ഇന്ദ്രിയങ്ങളുടെ ചഞ്ചലതയ്ക്ക് കാരണമായി സർവകർമ്മേന്ദ്രിയങ്ങളും പുറത്തേക്ക് ദുർവികാരങ്ങളുടെ പിടിയിൽപ്പെട്ട് ചഞ്ചലചിത്തമായ ഈ പ്രകൃതി, ചഞ്ചലമായ ഈ ലോകത്തുനിന്ന് സുഖം എടുക്കാനുള്ള തത്രപ്പാടിലാണ്. ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ ഇന്ദ്രിയങ്ങളെ വികാരങ്ങൾ ചതിച്ചു. വികാരങ്ങൾക്കടിമപ്പെട്ട് വികർമ്മങ്ങൾ ചെയ്ത് വികർമ്മങ്ങളുടെ ഭാരത്താൽ ഇപ്പോൾ മോഹാലസ്യപ്പെട്ടിരിക്കുകയാണ്. തെറ്റുകളുടെ മേൽ തെറ്റുകൾ, നിരാശ, വിഷാദം,
അഹങ്കാരം എല്ലാം ബോധക്ഷയമാണ്. സ്വബോധം പോയി എന്നർത്ഥം. ഹൃദയത്തിൽ രാമനെ പ്രതിഷ്ഠിച്ച് നിത്യബ്രഹ്മചാരികളായി ജീവിക്കുന്ന മൃതസഞ്ജീവനി മരുന്ന് മുഴുവൻ വിശ്വത്തിലും എത്തിച്ചുകൊണ്ടിരിക്കുന്ന രാമദൂതന്മാർ, ഹനുമാന്മാർ തീർച്ചയായും ഈ മുഴുവൻ ലോകത്തെയും മോഹാലസ്യത്തിൽ നിന്ന് മുക്തമാക്കും. എനിക്കും അതിലൊരു ഹനുമാനാകണം. സ്വയം ഉണരണം, മറ്റുള്ളവരെ ഉണർത്തണം. ഓം